വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് മാർക്ക് ബിക്കം എ പ്രോബ്ലം ടു യങ് മൈക്കിൾ? എങ്ങനെയാണ് മാർക്ക് മൈക്കിളിന് ഒരു പ്രശ്നമായി തീർന്നത്? ആൻസർ: മാർക്ക് വാസ് ദ ടോളസ്റ്റ് ഗായ് ഓൺ ദ കോർട്ട് ആൻഡ് ഹി നെവർ ലെറ്റ് മൈക്കിൾ വിൻ ബൈ ബ്ലോക്കിംഗ് ഹിസ് ഷോട്ട്സ്. മാർക്കായിരുന്നു ആ കോർട്ടിലെ ഏറ്റവും ഉയരമുള്ള വ്യക്തി. അതുകൊണ്ട് തന്നെ മൈക്കിളിൻ്റെ എല്ലാ ഷോട്ട്സും ബ്ലോക്ക് ചെയ്തുകൊണ്ട് മൈക്കിളിനെ ഒരിക്കലും വിജയിക്കാൻ മാർക്ക് അനുവദിച്ചിരുന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് മാമ ടെൽ മൈക്കിൾ ടു ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു ഹെർ അഡ്വൈസ്? എന്തുകൊണ്ടാണ് അമ്മ മൈക്കിളിനോട് ക്ഷമയോടെ ഇരിക്കുവാനും അമ്മ പറയുന്ന ഉപദേശങ്ങൾ കേൾക്കുവാനും പറഞ്ഞത്? സെക്കൻഡ് ആൻസർ നോക്കാം. മമ വാണ്ടഡ് മൈക്കിൾ ടു നോ ദാറ്റ് ഹി ഹാസ് ടു ബി പേഷ്യൻറ്റ് ടു അച്ചീവ് സക്സസ് ആൻഡ് ഗ്രോത്ത്. അമ്മയ്ക്ക് എന്തായിരുന്നു ആവശ്യം? മൈക്കിൾ അറിയണമായിരുന്നു ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ വിജയവും വളർച്ചയും ഉണ്ടാകുകയുള്ളൂ എന്ന്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് മാമ ഗീവ് മൈക്കിൾ എ സ്റ്റേൺ ലുക്ക്? എന്തുകൊണ്ടാണ് അമ്മ മൈക്കിളിനെ ഒന്ന് തുറച്ചു നോക്കാനുള്ള കാരണം? മാമ ഗേവ് ഹിം എ സ്റ്റേൺ ലുക്ക് ബിക്കോസ് മൈക്കിൾ വാസ് നോട്ട് ഈറ്റിംഗ് വെൽ. മൈക്കിൾ നന്നായി ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് അമ്മ അവനെ തുറച്ചു നോക്കിയത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. മാമ സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ മൈക്കിൾസ് ഷൂസ്. വൈ? എന്തുകൊണ്ടാണ് അമ്മ മൈക്കിളിൻ്റെ ഷൂസിൽ ഉപ്പ് വിതറിയത്? മാമ സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ് ബിക്കോസ് ഷീ വാണ്ടഡ് ടു മേക്ക് ഹിം ബിലീവ് ദാറ്റ് ഇറ്റ് വിൽ മേക്ക് ഹിം ടോളർ. ഷീ ട്രൈഡ് ടു എൻകറേജ് ആൻഡ് സപ്പോർട്ട് ഹിം. ഈ ഉപ്പ് ഇടുന്നത് കൊണ്ട് അവന് പൊക്കം വയ്ക്കുമെന്ന് അവനെ വിശ്വസിപ്പിക്കണമായിരുന്നു അമ്മയ്ക്ക്. ഇതുവഴി അമ്മ അവനെ പ്രോത്സാഹിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനുമാണ് ശ്രമിച്ചത്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഈവൻ ദോ മൈക്കിൾ കണ്ടിന്യൂഡ് ഹിസ് പ്രാക്ടീസ് ഹി ഹാഡൻറ്റ് ഗ്രോൺ ആൻ ഇഞ്ച്. ഇഫ് യു വർ ഇൻ മൈക്കിൾസ് പ്ലേസ് വാട്ട് വുഡ് യു ഡു? മൈക്കിൾ നന്നായി പ്രാക്ടീസ് ചെയ്തുവെങ്കിലും ഒരു ഇഞ്ച് പോലും അവൻ വളർന്നില്ല. നിങ്ങളാണ് മൈക്കിളിൻ്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആൻസർ: ഇഫ് ഐ വർ മൈക്കിൾ ഐ വുഡ് നെവർ ഗിവ് അപ്പ് ആൻഡ് പ്രാക്ടീസ് ഹാർഡ്. ഞാനായിരുന്നു മൈക്കിളെങ്കിൽ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ലായിരുന്നു, കൂടാതെ ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് മൈക്കിൾ സ്റ്റോപ്പ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ്? എന്തുകൊണ്ടാണ് സഹോദരന്മാരോടൊപ്പം മൈക്കിൾ പാർക്കിൽ പോകുന്നത് നിർത്തിയത്? ഹി സ്റ്റോപ്ഡ് ഗോയിങ് ടു ദ പാർക്ക് ബിക്കോസ് ഹി വാണ്ടഡ് ടു ബിക്കം ടോളർ ബിഫോർ ഹി വെൻറ്റ് ടു ദ പാർക്ക്. സോ ഹി പ്രാക്ടീസ് ഹാർഡ് അറ്റ് ഹോം. പാർക്കിലേക്ക് പോകുന്നതിന് മുൻപ് അവന് നന്നായി പൊക്കം വയ്ക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ വീട്ടിൽ നിന്നുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്തത്. അടുത്ത ചോദ്യം. മൈക്കിൾസ് മദർ ബിഗൻ ടു വെറി. വൈ ഡിഡ് ഷീ ഡൂ ദെൻ? മൈക്കിളിൻ്റെ അമ്മയ്ക്കാകെ ടെൻഷനായി എന്ന് നമ്മൾ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അതിനുശേഷം അമ്മ എന്താണ് ചെയ്തത്? ആൻസർ: ഷീ ആസ്ക്ഡ് മൈക്കിൾസ് ഫാദർ ടു ടോക്ക് ടു ഹിം. അമ്മ അച്ഛനോട് മകനോട് സംസാരിക്കാനാണ് ആവശ്യപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ഡാഡീസ് അഡ്വൈസ് ടു മൈക്കിൾ? എന്താണ് അച്ഛൻ മൈക്കിളിന് നൽകിയ ഉപദേശം? ആൻസർ: ഡാഡീസ് അഡ്വൈസ് വാസ് ദാറ്റ് being taller may help him, but practicing determination and giving his best are more important. പൊക്കമുള്ളത് അവനെ സഹായിക്കുമായിരിക്കാം, എന്നാൽ പ്രാക്ടീസിങ്ങും ഡിറ്റർമിനേഷനും അവൻ്റെ ബെസ്റ്റ് കൊടുക്കുന്നതുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് ഡാഡിയുടെ അഡ്വൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ദ അഡ്വൈസ്? അച്ഛൻ നൽകിയ ഉപദേശത്തിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? മൈക്കിൾ റിയലൈസ്ഡ് ഹിസ് പവർ ആൻഡ് റൺ ടു ദ പാർക്ക്. അവൻ്റെ ശക്തി, അല്ലേ, അവൻ്റെ പൊട്ടൻഷ്യൽ അവന് മനസ്സിലായി. അവൻ പാർക്കിലേക്ക് ഓടി. അടുത്ത ചോദ്യം. ഹൗ ഡിഡ് മൈക്കിൾ ഗെറ്റ് എ ചാൻസ് ടു പ്ലേ? എങ്ങനെയാണ് മൈക്കിളിന് കളിക്കാനൊരു അവസരം ലഭിച്ചത്? വൺ ഓഫ് ഹിസ് ടീം മേറ്റ്സ് ഗോട്ട് ഇൻജുവേർഡ്, ദെൻ മൈക്കിൾ ഗോട്ട് എ ചാൻസ് ടു പ്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈക്കിൾ ഡിഡ് നോട്ട് പേ എനി അറ്റൻഷൻ ടു മാർക്ക് സ്റ്റോൺസ്. വൈ? മാർക്ക് വളരെയധികം മൈക്കിളിനെ ശല്യം ചെയ്തുവെങ്കിലും മൈക്കിൾ എന്തുകൊണ്ടാണ് അതിനൊന്നും അത്ര ശ്രദ്ധ കൊടുക്കാതെ ഇരുന്നത്? ഹി വാസ് കോൺഫിഡൻറ്റ് ഇനഫ് ആൻഡ് ഡിറ്റർമിൻഡ് ടു വിൻ. മൈക്കിളിന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കൂടാതെ ജയിക്കണം എന്ന ദൃഢനിശ്ചയവും അവനിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാർക്ക് പറയുന്ന ശല്യം നിറഞ്ഞ വാക്കുകളൊന്നും അവൻ കേൾക്കാതെ ഇരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വൈ ഡിഡ് മൈക്കിൾ റൺ ടു ഹിസ് ഹൗസ് ആഫ്റ്റർ വിന്നിംഗ് ദ ഗെയിം? കളി ജയിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് മൈക്കിൾ തൻ്റെ വീട്ടിലേക്ക് ഓടിയത്? He wanted to share his happiness with his parents who had always supported him. അവൻ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ പേരൻസിനോടൊപ്പം ഈ സന്തോഷം അവന് പങ്കിടണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ വീട്ടിലേക്ക് ഓടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് മൈക്കിൾസ് മദർ സ്റ്റോപ്പ് പുട്ടിംഗ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ്? എന്തുകൊണ്ടാണ് മൈക്കിളിൻ്റെ അമ്മ അവൻ്റെ ഷൂസിൽ ഉപ്പ് ഇടുന്നത് അല്ലെങ്കിൽ ഉപ്പ് വിതറുന്നത് നിർത്തിയത്?
ആൻസർ, ബിക്കോസ് ഷി ന്യൂ ദാറ്റ് മൈക്കിൾ ഹാഡ് ഓൾറെഡി ലേൺഡ് ദാറ്റ് പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്ക് ആർ ദ കീസ് ടു ഗ്രോത്ത് ആൻഡ് സക്സസ്. കാരണം അമ്മയ്ക്ക് അറിയാമായിരുന്നു, മൈക്കിൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നു, എന്ത് ക്ഷമയും പരിശ്രമവുമാണ് വളർച്ചയുടെയും വിജയത്തിൻ്റെയും താക്കോലെന്ന്.